മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന വിഷയത്തിൽ ഇടതുപക്ഷം രണ്ട് തട്ടിലാണിപ്പോൾ. രാജി അനിവാര്യമെന്നാണ് CPI പറയുന്നത്. പക്ഷേ CPM നിലപാട് അത് വേണ്ട എന്നാണ്. ആനി രാജിക്ക് പിന്നാലെ CPI നിർവാഹക സമിതി യോഗവും മുകേഷിനെതിരെ തന്നെയാണ് നിലപാടെടുത്തിരിക്കുന്നത്. AK സ്റ്റെഫിൻ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റെഫിൻ, വലിയ പ്രതിഷേധങ്ങളുണ്ടായി, നിയമപരമായ കേസെടുക്കുന്നു, അതിൻ്റെ മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. സ്വാഭാവികമായ ഒരു ധാർമ്മിക ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വമുണ്ട് ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയാനെന്നാണ് വലിയ ഒരു വിഭാഗം അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു ആരോപണം മാത്രമാണ്, തെളിയട്ടെ എന്നൊരു നിലപാടിൽ പാർട്ടി നിൽക്കുന്നു. പക്ഷേ ഇടതുപാളയത്തിൽ തന്നെ CPI ശക്തമായ വ്യത്യസ്ത അഭിപ്രായം അറിയിക്കുകയും ചെയ്യുന്നു, അല്ലേ? അതെ, ഇപ്പോൾ ഏതായാലും CPIയും CPM രണ്ട് തട്ടിലാണ് ഈ മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ എന്ന് പറയാം. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണ പിന്തുണ ഇപ്പോൾ മുകേഷിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ഉദാഹരണമാണ് MA ബേബി, മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് അത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ EP ജയരാജൻ, LDF കൺവീനർ, അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നും രാജിവെക്കേണ്ട ഒരു ആവശ്യവും യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ഗുരുതരമായ ആരോപണം കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും വേണ്ട എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് CPM ഉള്ളത്. CPM നേരത്തെ തന്നെ മുകേഷിനോട് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ഈ കേസിന്റെ അല്ലെങ്കിൽ ആരോപണം വന്നപ്പോൾ തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ മുകേഷ് നൽകിയിരിക്കുന്ന വാദം അല്ലെങ്കിൽ മുകേഷിന്റെ മറുപടി എന്നുള്ളത് ഇതൊരു ബ്ലാക്ക് മെയിലിംഗുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കുന്നതിന് വേണ്ടി, കോടതിയിൽ തെളിയിക്കുന്നതിന് വേണ്ടി തനിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഈ ജനപ്രതിനിധി ആയിരിക്കെ അത് രാജിവെച്ചുകൊണ്ട്, MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഈ കേസന്വേഷണത്തെ നേരിടേണ്ട എന്നുള്ള ഒരു കാര്യമാണ്, മറുപടിയാണ് CPMന് നൽകിയത്. അത് അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് CPM എടുത്തത്. എന്നാൽ മുതിർന്ന നേതാക്കൾ അടക്കം പലർക്കും ഈ CPMൽ തന്നെ വലിയ തോതിലുള്ള എതിർപ്പുണ്ട്. ഇന്ന് ചേർന്നിരിക്കുന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിലടക്കം ഈ വിഷയം ചർച്ചയായി. അവിടെയും മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് CPM ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ മുകേഷിന്റെ രാജി വേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഉള്ളത്. കാരണം നേരത്തെ കോൺഗ്രസിലെ രണ്ട് MLA മാർക്കെതിരെ, M വിൻസെന്റിനും അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ, കേസ് ഒക്കെ തന്നെ ഉയർന്നപ്പോൾ അവർ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടല്ല ഈ അന്വേഷണത്തെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ അതേ നിലപാടിൽ തന്നെ കോൺഗ്രസ് ഏത് നിലപാട് സ്വീകരിച്ചോ അതേ നിലപാടിൽ തന്നെ പോകാമെന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് CPM എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഒപ്പം ബിനോയ് വിശ്വം, CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അല്പം മുമ്പ് എക്സിക്യൂട്ടീവിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജിവെക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് CPIയുടെ നിർവാഹക സമിതി യോഗത്തിൽ ഈ വിഷയം ചർച്ചയായി. ആ വിഷയത്തിൽ രണ്ട് അഭിപ്രായത്തിലാണ് ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ CPIയിലും ഉള്ളത്. എന്നാൽ ഒരു പൊതു നിലപാടായി സ്വീകരിക്കാൻ കഴിയുക മാറി നിൽക്കണം എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ മുകേഷിന്റെ ഒരു സമീപനം മുന്നണിക്കുള്ളിലും വലിയ തോതിൽ അവമതിപ്പുണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ അന്വേഷണത്തെ നേരിടുന്ന വേണ്ടി അദ്ദേഹം രാജിവെക്കണം എന്നുള്ളതാണ് CPI ഒരു നിലപാടുമായി എത്തിയിരിക്കുന്ന. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ അതിന്റെ ഒരു പ്രതികരണമൊക്കെ ലഭ്യമാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഏത് തരത്തിലാണ് CPIയും അല്ലെങ്കിൽ LDFും ഒക്കെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ CPM പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ CPM ഭയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് അന്വേഷണം നേരിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. ആ ഉപതെരഞ്ഞെടുപ്പിൽ CPMന്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ശക്തിയുള്ള കോട്ടയായ കൊല്ലത്ത് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. കാരണം മുകേഷ് ഒരു ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ രാജിവെച്ച് പുറത്തു നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഗുണം ചെയ്യും എന്ന ഒരു ഭയം CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് CPMന്റെ നേതൃത്വം കടക്കുന്നതും അതുകൊണ്ടാകാം. പക്ഷേ കൊല്ലത്തെ പ്രാദേശികമായ പാർട്ടി സംവിധാനത്തിൽ മുകേഷിനെതിരെ പല എതിർപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് മുകേഷ് ഇതുവരെ കടന്നിട്ടില്ല. ഇനി നിയമോപദേശമൊക്കെ തേടിയ ശേഷമായിരിക്കും ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് മുകേഷ് എത്തുക. ഏതായാലും ഒരു പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ആളാണ് ഒരു ജനപ്രതിനിധി. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ ഒരു പ്രതികരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വിശദീകരിക്കാനുള്ളത് എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നാം എല്ലാം കാത്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും അദ്ദേഹം തിരുവനന്തപുരത്ത് വീട്ടിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സാഹചര്യത്തിൽ തീർച്ചയായും ഒരു പ്രതികരണം അറിയിക്കുക എന്നതെങ്കിലും അദ്ദേഹം പുലർത്തേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. പക്ഷേ നിയമോപദേശമൊക്കെ തേടുകയാകാം, ഏത് രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നായിരിക്കും MLA എന്ന നിലയിൽ മുകേഷ് ആലോചിക്കുന്നത്. പക്ഷെ മറുഭാഗത്തുനിന്ന് അതിൻ്റെ ഒരു ധാർമ്മികമായ പ്രശ്നമാണ് വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത്.